ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഇന്നത്തെ ഫെർട്ടിലൈസർ ഈ ചാരം വെച്ചിട്ടാട്ടോ. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മിക്കവാറും വീടുകളിലൊന്നും അടുപ്പ് കത്തിക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചാരമൊക്കെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചാരമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം എങ്ങനെയാണ് ചാരം കൊണ്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചെടി നടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ പോട്ടിംഗ് മിക്സിലൊക്കെ കുറച്ച് ചാരമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ച് തുണിയും പ്ലാസ്റ്റിക്കും കടലാസും അങ്ങനെയൊന്നും കത്തിക്കുന്ന ചാരം നമ്മുടെ ചെടികൾക്കൊന്നും ഇടാൻ കൊള്ളില്ല കേട്ടോ. നമ്മൾ അടുപ്പിൽ വിറക് കത്തിക്കുന്ന നല്ല ചാരം വേണേ, അതാട്ടോ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ചാരം വെച്ചിട്ട് എങ്ങനെ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ചാരം ഇതിനകത്ത് മുട്ടത്തോടും അതും ഇതൊക്കെ എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതിൽ നിന്ന് ചാരം അരിച്ച് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് 1 കപ്പ് ചാരം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 1 കപ്പ് ചാരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 1 കപ്പ് ചാരം നമുക്ക് ഈ ബക്കറ്റിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 1 കപ്പ് ചാരത്തിന് നമുക്ക് 5 കപ്പ് വെള്ളം വേണം കേട്ടോ. 1 കപ്പ് ചാരം അതിന് 5 കപ്പ് വെള്ളം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ചാരത്തിനകത്ത് പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ്. പിന്നെ പച്ചക്കറികൾക്കും ഒക്കെ നമുക്ക് ചാരം ഇടുന്നത് നല്ല. പണ്ട് തൊട്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഈ ചാരം കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു കേട്ടോ. കിഴങ്ങുകളൊക്കെ നടുന്ന സമയത്തും ഒക്കെ ചാരം ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ചെടികൾക്കും അങ്ങനെ ചാരം കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാവേ. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. എന്നിട്ട് ഇത് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും നല്ലതാണ്. നമ്മുടെ ചെടികൾ പൂക്കാനും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ കായ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്പ്രേ ചെയ്യല്ലാത്ത കാരണം ഞാനിത് അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഔട്ട്ഡോർ ഒക്കെ വെക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും ചെടി ഹെൽത്തി ആകാനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.